ഹായ്, എങ്ങനെയാണ് മികച്ച എഞ്ചിനീയറിംഗ് കോളേജസ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കീം 2025 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ആദ്യം ഫസ്റ്റ് ഫേസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫേസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓരോ ബ്രാഞ്ചസിൻ്റെയും ഓരോ കോളേജസിൽ കഴിഞ്ഞ വർഷം എത്ര റാങ്കിനാണ് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെന്നുള്ളത് കാണാൻ പറ്റും. അത് തന്നെ നമുക്ക് കൃത്യമായിട്ട് കാറ്റഗറി തിരിച്ചുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഓരോ ടൈപ്പ് കോളേജ്, ഇപ്പോൾ ഗവൺമെൻറ് കോളേജസിലാണെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എയ്ഡഡ് കോളേജസിൽ എങ്ങനെയാണ്, സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലും ഓരോ കാറ്റഗറിയിലും കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വരെയാണ് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ ടോപ്പ് റാങ്ക് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഏത് കോളേജാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ പറഞ്ഞ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതുപോലെ ഓരോ ബ്രാഞ്ചസിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രമാണ് 500 സംതിങ് റാങ്കിനാണ് അവിടെ അഡ്മിഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കോളേജ് എന്ന് മനസ്സിലാക്കാം. ഇനി സെക്കൻഡ് ഫേസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ, അത് സെക്കൻഡ് ഫേസ് കഴിഞ്ഞിട്ട് എത്ര റാങ്ക് വരെ പോയി എന്നുള്ളത് അറിയാൻ പറ്റും. അവിടെയും ഇതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചസിനും കൃത്യമായി നമുക്ക് ഓരോ കാറ്റഗറിയിലും എത്ര റാങ്ക് വരെയാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ എഗെയിൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഫേസിൽ വന്നപ്പോഴത്തേക്കും ഒരു 700 സംതിങ് 730 ആ ഒരു റാങ്ക് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 700 വരെ റാങ്ക് ഉള്ളവർക്ക് ആ ഒരു കോളേജിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.